ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കേക്ക് ഏകദേശം ക്രം കോട്ടെല്ലാം ചെയ്തു, ഫുൾ ഫിനിഷിംഗ് ഒക്കെ ആയി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് എൻ്റെ റിലേഷനിൽ തന്നെയുള്ള ഒരാൾ തന്ന ഓർഡറാണ്. അപ്പം ഇന്ന് എനിക്ക് ഒരു കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിന്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്തെങ്കിലും മോഡൽസോ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ കരവിരുത് മൊത്തം ഒന്ന് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും കുറക്കേണ്ട ഒരു ക്രിസ്മസ് പപ്പ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ക്രിസ്മസിന് സമയത്ത് എനിക്ക് ക്രിസ്മസ് പപ്പേൻ്റെ ഫേസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൽ പറ്റിയിട്ടില്ല. അപ്പോൾ വേറെ ഓർഡേഴ്സൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അതിലൊക്കെ കസ്റ്റമർ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് പപ്പേൻ്റെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഒരു ക്രിസ്മസ് പപ്പേനെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡെമോ ആയിട്ട് ഒരു അളവെല്ലാം വരഞ്ഞ് വെച്ചിട്ട് ചെറിയ മീശയൊക്കെ ഞാനൊന്ന് ചെറിയൊരു സ്റ്റിക്കിനെ കൊണ്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് സൂപ്പർ റെഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, റെഡ് കളറിന് വേണ്ടിയിട്ട്. നല്ല ഫുഡ് കളറാണ്. അപ്പം അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് വരുന്ന ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെറിയൊരു ഫ്ലവർ പോലത്തെ ഒരു നോസിൽ വെച്ചിട്ട് ഞാനത് റൗണ്ടും ചെയ്ത് കൊടുത്തു. പിന്നെ താടിക്ക് ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിയോണേൻ്റെ ക്രീമാണ്. വളരെ നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിയോണേൻ്റെ ക്രീം. അപ്പോൾ താടീൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഞാൻ ഇതിന് മീശ വരച്ചു കൊടുക്കുന്നതാണ്. മീശ ഞാനൊരു ഡെമോ പോലെ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെക്കാട്ടിയും കുറച്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ ഈ മീശ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് വന്നില്ലേ ക്രിസ്മസ് പപ്പേൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമിൽ ക്രിസ്മസ് പപ്പ ചെയ്യുന്ന സമയത്ത് ക്യാപ്പ് ഞാൻ റെഡ് ജെറി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തില്ല. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ ഇതിന് ഞാനിതാ കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള കേക്കിൻ്റെ ഒരു പേജുണ്ട്. അതിൻ്റെ പേര് സ്റ്റാർ ബേക്സ് എന്നാണ്. നക്ഷത്ര റോക്സ് പോലെ തന്നെ നക്ഷത്രനെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ മാറ്റി തന്നു, സ്റ്റാർ ബേക്സ് എന്നുള്ള പേരിൽ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ പേജുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ കേക്ക് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.